അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്തൊക്കെയുണ്ട്, സുഖല്ലേ? പിന്നെ ഇന്ന് വളരെ രസകരമായൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നമ്മളെ അൻസാരി സുഹരി ഉസ്താദ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും അറിയാം, ആലപ്പുഴക്കാരനാണ് അല്ലേ? നമുക്കൊക്കെ സുപരിചിതമാണ് അദ്ദേഹത്തെ. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. എന്താ വെച്ചാൽ അദ്ദേഹം നമ്മുടെ തൃശ്ശൂർ വെടിക്കെട്ട് ദുരന്തം നടന്ന സംഭവം, അവിടെ പരിക്കേറ്റ ആളുകൾക്ക് 50,000 രൂപ, മരണപ്പെട്ട കുടുംബങ്ങൾക്കൊക്കെ 1,00,000 രൂപ, ഇങ്ങനെയൊക്കെ അദ്ദേഹം ചെറിയ യൂസഫ് അലി സാഹിബിൻ്റെ ഒരു സഹായവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ചെയ്തതിൻ്റെ പിന്നാലെ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് ഏറെ കയറ്റിയിട്ടുണ്ട് ചില ആളുകൾ. അത് ആരാണെന്ന് നമുക്കറിയാലോ അല്ലേ? നമുക്ക് ആദ്യം അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അദ്ദേഹം പറഞ്ഞ സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം. തൃശ്ശൂർ വെടിക്കെട്ട് ദുരന്തം, മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 1,00,000 രൂപയും പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ച് ബഹുമാനപ്പെട്ട എം.എ. യൂസഫ് അലി സാഹിബ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യ ദീർഘായുസ്സും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എന്റെ ഒരേ ഒരു ചോദ്യമുള്ളൂ. ശശികല ടീച്ചർ, ആർ.വി. ബാബു, വിദ്യാസാഗർ ഗുരുമൂർത്തി, ലക്ഷ്മി കാനത്താന്റെ കോനോത്ത്, അതുപോലെ തന്നെ പ്രതീഷ് വിശ്വനാഥ് അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ രാവും പകലും ഹിന്ദുവിനെ ഉണർത്താനും ഉയർത്താനും വേണ്ടി നടക്കുന്ന മനുഷ്യരെ, ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളുടെ മെമ്പർമാരായിട്ടില്ലേ? ഈ മരണപ്പെട്ടതിൽ ഒരാൾ പോലും മുസൽമാനോ ക്രിസ്ത്യാനിയോ ഇല്ല. എന്തിനാ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന പൈസ ഏതെങ്കിലും മുസൽമാൻ ക്രിസ്ത്യാനിക്ക് പോകണമെന്നുള്ള ടെൻഷനും വേണ്ട. ഈ മരണപ്പെട്ട പാവങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ വക എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിക്കാൻ, എന്തെങ്കിലും ഉണ്ടോ? ഈ എം.എ. യൂസഫ് അലി എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾ പുകഴ്ത്തണ്ട, ഇകഴ്ത്താതിരുന്നൂടെ? ഷാൻ വധം കഴിഞ്ഞ ഉടനെ എന്റെ നാട്ടിലൊരു കലാപം ഉണ്ടായാൽ ലുലു മാളിലെ അന്യസംസ്ഥാന തൊഴിലാളികൾ സർവായുധ സജ്ജരാണ് എന്ന് നാട്ടിൽ മുഴുവനും പ്രചരിപ്പിച്ച്, തോന്നിയ മാസം അദ്ദേഹത്തിന്റെ പേരിൽ പ്രചരിപ്പിച്ച ആളുകൾ നിങ്ങൾ. ലക്ഷോർ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ, അവയവദാനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, ക്രൈസിസ് ഉണ്ടായ സമയത്ത് അങ്ങോട്ട് മാർച്ച് നടത്തി നിങ്ങളല്ലേ? എന്നിട്ടും ഈ നാട്ടിലെ ഹൈന്ദവൻ അല്ല, മനുഷ്യനൊരു പ്രശ്നമുണ്ടായപ്പോൾ എം.എ. യൂസഫ് അലി സാഹിബ് ഓടി വന്നു. ഈ നാട്ടിൽ എന്താ 2018 പ്രളയമാണെങ്കിലും വയനാട് ദുരന്തമാണെങ്കിലും അതിലെല്ലാം ഒരു ജാതിയിൽപ്പെട്ട മനുഷ്യരല്ല, മനുഷ്യര് മാത്രമേ ഉള്ളൂ. അവിടെ മതം നിങ്ങൾ നോക്കണ്ട, എല്ലാ സമൂഹത്തിൽപ്പെട്ട മനുഷ്യരുണ്ടല്ലോ. അവർക്കൊക്കെ അദ്ദേഹത്തിന്റെ വഴി സംഭാവനകൾ ധാരാളം കിട്ടിയിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ ഹിന്ദു എന്ന് രാവും പകലും ഒക്കെ പറഞ്ഞു നടക്കുന്ന നിങ്ങൾ ഈ മനുഷ്യർക്ക് വേണ്ടി എന്ത് ചെയ്തു? നിങ്ങൾ ഈ എം.എ. യൂസഫ് അലിയെ സമൂഹത്തിന്റെ മുമ്പിൽ എന്തെല്ലാം തരത്തിൽ ഇകഴ്ത്താൻ ശ്രമിച്ചിട്ടും ആ മനുഷ്യൻ ഒരു ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഈ എം.എ. യൂസഫ് അലി സാഹിബിന് വേണ്ടി വഴിപാട് നടക്കലുണ്ട്, ഇല്ലേ? എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ ആയുര സൗഖ്യത്തിന് വേണ്ടി അദ്ദേഹം എല്ലാ വർഷവും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട്. അങ്ങനെ ജാതി മതവും നോക്കാതെ മനുഷ്യർ എന്ന ഒറ്റ കൺസെപ്റ്റിൽ പ്രവർത്തിക്കുന്ന എം.എ. യൂസഫ് അലി സാഹിബിനെ പോലും നിങ്ങൾ വർഗീയവാദിയും നിങ്ങൾ ഭീകരവാദിയൊക്കെ ആക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെയുള്ള നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ജോലി എടുക്കുന്നു എന്നുള്ളതല്ല, പണിയെടുത്ത പൈസ കിട്ടും, നമുക്ക് ശരി. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന മനുഷ്യരുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും മനുഷ്യന്റെ ഹൃദയത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാ? വെറുപ്പും വിദ്വേഷവും അല്ലാതെ, അപരമത നിന്നയല്ലാതെ, ആളുകൾക്കിടയിൽ ധ്രുവീകരണമല്ലാതെ ഇന്നേ വരെ ഈ ആയുസ് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരെണ്ണം ഉദാഹരണത്തിന് പറയാം. പറഞ്ഞാൽ 1,00,000 രൂപ സംഭാവന വരും. തൃശ്ശൂർ വെടിക്കെട്ട് ദുരന്തം, ഈ സംഭവം കേട്ടങ്ങൾ, ഇതാണ് ഉസ്താദ് പറഞ്ഞത്. ഒരു ചോദ്യമാണ് അല്ലേ? എം.എ. യൂസഫ് അലി സാഹിബ് അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്ന് എടുത്തിട്ട് അദ്ദേഹം പാവങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. അത് ചില ആളുകൾക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ പറ്റാത്ത ആളുകളോട് ചോദിക്കുകയാണ്, നിങ്ങളെങ്ങാനും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ പേരിൽ നമ്മൾ ഇന്ന് FB എടുത്താൽ, നമ്മൾ ഇൻസ്റ്റഗ്രാം എടുത്താൽ, യൂട്യൂബിൻ്റെ പല ഭാഗങ്ങൾ എടുത്താൽ, ഈ വിഭാഗം ആളുകളുടെ ഈ ഒരു ചാണകത്തിൽ ചവിട്ടി എന്ന് തന്നെ പറയാം അല്ലേ? അങ്ങനത്തെ വിഭാഗം ആളുകളുടെ പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഇദ്ദേഹത്തെ യൂസഫ് അലി സാഹിബിനെ അങ്ങോട്ട് തകർക്കുകയാണ് അവിടെ കടത്തിട്ട്. എന്തതിൻ്റെ ആവശ്യം? അവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്യുന്നവരെ ചെയ്യാനേക്കൂലെന്ന് അവർ ചെയ്യും, അതോട്ടില്ലേനും. പക്ഷെ അവർ വാദിക്കുന്ന സംഭവം കേട്ടാലോ, അവർ വാദിക്കുന്ന സംഭവങ്ങൾ കേട്ടാലോ, പറയുന്ന സംഭവങ്ങൾ കേട്ടോ, അല്ലാഹ്, അവർ തന്നെയാണ് എല്ലാം. അവർ തന്നെയാണ് ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ, സഹകരണത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ. പക്ഷേ 10 രൂപ പോലും ആ ഒരു വിഭാഗം ആളുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പല ദുരന്തങ്ങളും സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പല സംഭവങ്ങളും നമ്മൾ നേരിട്ട ആളുകളാണല്ലോ. അവിടേക്ക് ഏറ്റവും കൂടുതൽ രംഗത്ത് വന്നിരുന്ന ആളുകളാരാ? എന്നാൽ എല്ലായിടത്തും വെറുതെ ഫിത്തന ഉണ്ടാക്കാൻ വേണ്ടി തിരിച്ചു നടക്കുന്ന ആളുകളാരാ? നമുക്കറിയാം, നമ്മളെ ഈ നാട്ടിൽ ഒരുപാട് പാർട്ടികളുണ്ട്.
ഈ പാർട്ടികളൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി വീടുകളായിട്ടും അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളായിട്ടും ഹോസ്പിറ്റലിൻ്റെ സഹകരണങ്ങളായിട്ടും ഒക്കെ ഒരുപാട് സംഭവങ്ങൾ പല പാർട്ടികളും രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ ഈ ഒരു പാർട്ടിയെ കൊണ്ട് ഇങ്ങനെ ഫിത്തിന ഉണ്ടാക്കാനല്ലാതെ, ജനങ്ങൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനല്ലാതെ അല്ലെങ്കിലോ തമ്മിൽ തല്ലിപ്പിക്കാനല്ലാതെ, അല്ലെങ്കിൽ നന്മ ചെയ്യുന്നവരുടെ ആ നന്മയിൽ തിരിപ്പുണ്ടാക്കാനല്ലാതെ എന്തെങ്കിലും ഈ വിഭാഗം ആളുകൾ വാ തുറക്കുന്നുണ്ടോ? ഇപ്പം മതത്തിൻ്റെ പേരിലാണ് മുസ്ലിമീങ്ങളായ ആളുകൾ, ക്രൈസ്തവരായ ആളുകൾ, അവർ ചെറുപ്പത്തിൽ തന്നെ അവരുടെ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് മതം കയറ്റി കൊടുക്കുകയാണ്. അതുകൊണ്ട് അവർ വർഗീയവാദികളാകുകയാണെന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു മദ്രസ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മദ്രസയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു വർഗീയത പറയുന്നത് പഠിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കഴിയുമോ? ആർക്കും കഴിയൂല. ആ സംഭവം അവിടെ പഠിപ്പിക്കുന്നില്ല സഹോദരങ്ങളെ. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിൽ കാട്ടുന്ന ഈ വർഗീയതയും മറ്റൊക്കെ ഉണ്ടല്ലോ, അതൊന്നും എവിടെയും പരിശുദ്ധ ഇസ്ലാം അങ്ങനത്തെ ഒരു സംഭവമേ പ്രോത്സാഹിപ്പിക്കണില്ല. ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു സംഭവമല്ല. വെറുതെ കെട്ടിച്ചമച്ചുണ്ടാക്കാൻ, പിന്നെ പല ആയത്തുകളും മറ്റുമൊക്കെ വളച്ചൊടിച്ചിട്ട് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇറങ്ങിയതിനെ വീണ്ടും അതിനെ പല രൂപങ്ങളിലായി തിരിച്ചു കൊണ്ടുവന്നിട്ട് ഈ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് നമ്മളൊക്കെ മദ്രസ പുസ്തകം എടുത്തിട്ട് ഈ പറയുന്ന ആളുകൾക്ക് നോക്കണം എന്താണ് അതിൽ പഠിപ്പിക്കുന്നത് എന്നുള്ളത്. മനസ്സിലായോ? ഇപ്പം ഇവിടെ പറഞ്ഞൊരു സംഭവം, ഈ സുഹരി ഉസ്താദിനെയും MA യൂസഫ് അലി സാഹിബിനെയും അവിടുന്ന് വല്ലാതെ ആക്രമിച്ചു കൊണ്ടിരിക്കുക. ഇവർ പറയുന്ന ഇവർ കാട്ടാളന്മാരാണ്, ഇവർ പല പേരുകളിലായിട്ട് ഓരിങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഒരു മാത്രം ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര സംഭവങ്ങളാക്കിയിട്ട് ഉസ്താദ് ഈ ഒരു കാര്യം ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത്. ചെയ്തെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ പറയാനല്ല. അപ്പോൾ പിന്നെ കൊഞ്ഞലും കുത്തല്ലാതെ വേറെ എന്താ വഴി? അല്ല പിന്നെ അല്ലേ?